അൽഹംദുലില്ലാ, നയനമനോഹരമായൊരു കാഴ്ചയാണ് കാഞ്ഞിപ്പുഴ പള്ളിയിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. പള്ളിയിലെ ഖത്തീബ് ആക്സിഡന്റിൽപ്പെട്ട് കിടക്കുമ്പോൾ ഖത്തീബിന്റെ അഭാവം പരിഹരിക്കുന്നത് പള്ളി പ്രസിഡന്റ് മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ഖുത്ബ ഓതി മിഹ്റാബ് കൈകാര്യം ചെയ്ത് ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഈ കാലഘട്ടത്തിൽ അതൊക്കെ വളരെ അത്ഭുതവും സന്തോഷവും ഇസ്ലാമിന്റെ ഒരു പ്രതാപകാലം തിരിച്ചു വന്നതിനെ ഓർമ്മപ്പെടുത്തുന്ന രൂപത്തിലാണെന്ന് ഈ അവസരത്തിൽ പറയാതെ വയ്യ. നിങ്ങളൊക്കെ ചിന്തിക്കും, അതെ ഒരു പള്ളി പ്രസിഡന്റ് ഖുത്ബ ഓതുക എന്ന് പറഞ്ഞാൽ ഇത്ര അത്ഭുതമാണ്. ആണ്, ഇക്കാലഘട്ടത്തിൽ അതാണ്. കാരണം വിവരമില്ലാത്തൊരു ജനതയെ കൊണ്ട് പള്ളിയുടെ മഹൽ സംവിധാനങ്ങൾ നിറഞ്ഞുകൂടിയ ഒരു കാലഘട്ടമാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഭൂരിപക്ഷം വരുന്ന ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതിലൊക്കെ എന്തൊരു അത്ഭുതമാണ്, ഇതൊക്കെ സ്വാഭാവികമായി പലയിടത്ത് നടക്കുന്നതല്ലേ? അല്ല, വർത്തമാന കാലഘട്ടത്തിൽ ഇതൊക്കെ വലിയ അത്ഭുതമാണ്. എന്തുകൊണ്ടെന്നല്ലേ, പള്ളിയിലെ മുഅദ്ദിൻ ലീവിന് പോകുമ്പോൾ അക്ഷരശുദ്ധിയോടുകൂടി ബാങ്ക് കൊടുക്കുന്ന കമ്മിറ്റിക്കാരുടെ എണ്ണം തുലവും കുറവായൊരു കാലഘട്ടമാണ്. ഒന്ന് ഇമാമ് നിൽക്കാൻ പോട്ടെ, സ്വന്തം ആരാധനയിൽ തന്നെ കൃത്യമായി അക്ഷരശുദ്ധിയോടുകൂടി തജ്വീദിന്റെ നിയമപ്രകാരം ഫാത്തിഹ ഓതാൻ അറിയുന്ന കമ്മിറ്റിക്കാര് കുറഞ്ഞു. എന്തുകൊണ്ട്? നമ്മളുടെ മഹല്ലുകളിലുള്ള ആളുകളുടെ പൊതുബോധം അതുതന്നെയാണ് നമ്മുടെ മഹല്ല് സംവിധാനത്തെ തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോയത്. എന്താണ് പൊതുബോധം? പള്ളി പരിപാലകരെന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള ജന്മിമാരും നാട്ടിലുള്ള അഡ്വക്കേറ്റുമാരോ അല്ലെങ്കിൽ അഭ്യസ്തവിദ്യരായ ആളുകളോ, അതുമല്ല എങ്കിൽ നാട്ടിലുള്ള പൗരപ്രമാണിയായ ആളായിരിക്കണം. കാരണം മഹലിന് ഏതെങ്കിലും സാമ്പത്തികമായ പ്രതിസന്ധി വന്നാൽ അത് ഏറ്റെടുക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും സാമ്പത്തിക ഭദ്രതയുള്ള ആളായിരിക്കണം എന്നുള്ള ഒരു പൊതുബോധം നമ്മുടെ മഹല്ല് സംവിധാനങ്ങളിൽ വന്നുപോയി. സത്യത്തിൽ ആരാണ് പള്ളി പരിപാലിക്കേണ്ടത്? ഒരു പള്ളിയുടെ ഉയർച്ചയും ഒരു മഹലിന്റെ പ്രതാപം എന്ന് പറഞ്ഞാൽ എന്താണ്? പള്ളിക്ക് ഷോപ്പിംഗ് കോംപ്ലക്സോ കടമുറി വാടക കൊടുക്കാനോ ബാങ്ക് ബാലൻസോ അല്ല. ആ നാട്ടിലുള്ള ജനങ്ങൾ, ആ മഹലിലുള്ള ജനങ്ങളുടെ ദീനീപരമായ ഉന്നമനവും പുരോഗതിയുമാണ്. ആ നാട്ടിലുള്ള ആളുകൾ, ഭൂരിപക്ഷം ആളുകൾ നിസ്കരിക്കുന്നുണ്ടോ, അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ, ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു മഹല്ലത്തിന്റെ പ്രതാപം എന്ന് പറയുന്നത്. എന്റെ വാക്ക് കേട്ട് നിങ്ങൾ ചിന്തിക്കരുത് എല്ലാ സാധാരണക്കാരും ഒരു വിവരമില്ലാത്തവരാണ്. അങ്ങനല്ല. ഞാൻ മുമ്പ് ജോലി ചെയ്ത മഹലിലെ പള്ളി പ്രസിഡന്റ് വെള്ളിയാഴ്ച മാഷർ വിളിക്കും. അത്യാവശ്യം ഇമാമത്ത് നിൽക്കാൻ കഴിവുള്ള ആളാണ്. കോൺഗ്രസിന്റെ നേതാവുമാണ്. വർത്തമാന കാലഘട്ടത്തിൽ പള്ളി കമ്മിറ്റിക്കാരുടെ ജോലി എന്താ, ദൗത്യം എന്താ? പ്രഥമമായി ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കുക, ഉസ്താദന്മാരെ ജോലിയിൽ പ്രവേശിപ്പിക്കുക, രാജിവെപ്പിക്കുക, പിരിച്ചുവിടുക. ഇത്തരത്തിലുള്ള വളരെ കുറഞ്ഞ പണി മാത്രമേ ഉള്ളൂ. പിന്നെ കമ്മിറ്റി ഓഫീസിൽ മണിക്കൂറുകളോളം ഫാനിട്ട് അതിന്റെ താഴെ ഇരുന്ന് നാട്ടിലുള്ള മുഴുവൻ ഗൈബത്തിന് മീമത്തം പറയുക. ഉസ്താദന്മാരുടെ മുടിയുടെ സ്റ്റൈല്, സാരിയുടെ സ്റ്റൈല്, വസ്ത്രധാരണ, നടപ്പ്, ഇരിപ്പ്, കിടപ്പ്, ഉറക്ക്, ഉണർച്ച, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എല്ലാവരും വീണ്ടും വീണ്ടും പറയുന്നു, എല്ലാവരും കാര്യമല്ല പറയുന്നത്. നമ്മളെയൊക്കെ ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ അനുഭവിച്ച ചില അനുഭവ സാക്ഷ്യങ്ങൾ എന്നാണ് ഈ പറയുന്നത്. അല്ലാതെ മഹല്ലിനെ ദീനീപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്ന, ഇനി അങ്ങനെ ചിന്തിക്കണമെങ്കിൽ അതിന് കുറച്ച് വിവരം വേണം. നമ്മൾ എന്തുകൊണ്ടാണ് പള്ളി പരിപാലനത്തിൽ വിവരമുള്ളവർ വേണമെന്ന് പറയുന്നത്? സാമ്പത്തികമായ ക്രയവിക്രയം നടക്കുമ്പോൾ അതിൽ സുതാര്യത ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിനെ ഭയമുള്ളവരാകണം, വിവരമുള്ളവരാകണം, അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാകണം. അതുകൊണ്ടാണ് ഖുർആൻ സാക്ഷ്യപ്പെടുത്തത് യഅ്മുർ മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹ്. പള്ളി പരിപാലകനായ ആളുകൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാകണം. അള്ളാഹുവിൽ വിശ്വസിക്കാനുള്ള നേട്ടം എന്താ? ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ ഭയമുള്ള ആളുകൾ അത് വിവരമുള്ള ആളുകളാണ്. വിവരമുള്ളവനെ അള്ളാഹുവിന് ഭയപ്പെടാൻ കഴിയും. അങ്ങനെയുള്ള ആളുകൾ സാമ്പത്തികമായ ക്രയവിക്രയം നടത്തുമ്പോൾ അതിൽ സുതാര്യത ഉണ്ടാകും. മഹല്ലിന്റെ പണമിട്ട് ബിസിനസ് നടത്തൂല, തിരിമറി നടത്തൂല, അവർക്ക് ഭയം ഉണ്ടാകും. അതില്ലാത്തതാണ് ഇന്ന് കാണുന്ന സർവനാശങ്ങളുടെയും കാരണം. ഇവിടെയാണ് കാഞ്ഞിപ്പുഴ മഹല്ലുകാര് വ്യത്യസ്തപ്പെടുന്നത്. എന്തുകൊണ്ട്? ആ ജനത ബോധവും ബോധ്യമുള്ളവരായതുകൊണ്ട് അവരെ പള്ളി പ്രസിഡന്റായിട്ട് അവര് നിലനിർത്തിയത്, അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ഒരാൾ കേവലം ഒരു മതപണ്ഡിതനല്ല, ഇംഗ്ലീഷിലും അറബിയിലും എം എ ഉള്ള ആളാണ്, ബിരുദധാരിയാണ്. അതോടൊപ്പം കായംകുളം മജ്ലിസ് സ്കൂളിന്റെ പ്രിൻസിപ്പൽ കൂടിയാണ് ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ബുഖാരി. അങ്ങനെയുള്ള ഒരാൾ പള്ളി പ്രസിഡന്റായിട്ട് നിൽക്കുമ്പോൾ ആ മഹലിന്റെ, ആ പള്ളിയുടെ ചൈതന്യം എത്രത്തോളം സ്തുതിർഹമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. പലയിടങ്ങളിലും 5 കാശിന്റെ വിവരമില്ലാത്ത ആളുകൾ ഈ സംവിധാനത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് വല്ലാത്ത നീരസമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു മഹൽ സംവിധാനത്തിൽ ഇരുന്നു കൊണ്ട് ആ മഹലിന് എപ്പോഴും സങ്കീർണമായ അവസ്ഥ, എന്നും 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 നിരന്തരം ഫിത്തിനയോട് ഫിത്തിന തന്നെ.
അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏതെങ്കിലും ഒരു സംഘടനക്കാരായിരിക്കും. അവിടെ വരുന്ന ഖത്തീബോ മുഅല്ലിമോ അയാളുടെ സംഘടനയിൽപ്പെട്ട ആളല്ലാത്തത് കൊണ്ട് നിരന്തരമായി മഹൽ പ്രശ്നങ്ങളും സങ്കീർണതയും അയാൾ തീർത്തുകൊണ്ടേയിരിക്കും. ആ മഹൽ ഒരിക്കലും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അതേസമയം അള്ളാഹുവിനെ ഭയമുള്ള ദീനി ബോധമുള്ള ഒരാളാണ് എങ്കിൽ ആ മഹൽ എപ്പോഴും ഒരു സമാധാന അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകും. അവിടെയുള്ള മുഅല്ലിമീങ്ങൾക്കും ഉസ്താദന്മാർക്കും ജോലി ചെയ്യാൻ തന്നെ ഒരു സന്തോഷമായി, ആനന്ദകരമായിരിക്കും. കാരണം ഇവർക്കിടയിലുള്ള കോൺവെർസേഷൻ സുതാര്യവും സന്തോഷവുമായിരിക്കും. മറ്റേതങ്ങനല്ല. ഒരു കാർക്കശ്യ നിലപാട്, കാർക്കശ്യ സ്വഭാവം, അടിമകളോടുള്ള പെരുമാറ്റം, ഉടമസ്ഥന്റെ ഗർവ്, ഞാനൊരു രാജാവാണ്, ഞാൻ രാജപദവിയിൽ ഇരിക്കുന്നതാണെന്നാണ് പല ആളുകളുടെയും തോന്നൽ. നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ടെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ കൊതുകിന്റെ ചിറകിന്റെ വില ഉണ്ടാവില്ല. ഈ അടുത്ത് ഞാൻ കമ്മിറ്റി ഓഫീസിൽ ചെന്നപ്പം അവിടെ മഹല്ല് കമ്മിറ്റിക്കാരെല്ലാം പറമ്പി നിൽക്കുന്നു. കമ്മിറ്റി ഓഫീസിൽ ഫാൻ കിടന്ന് കറങ്ങുകയാണ് മണിക്കൂറുകളോളം. നിങ്ങൾ മനസ്സിലാക്കണം, നിന്റെ ഒന്നും കുടുംബത്തൊന്നും കൊണ്ടുവന്ന പൈസ അല്ലത്. ആ മഹല്ലത്തിലെ സാധാരണക്കാരായ മുഅ്മിനീങ്ങൾ മാറ്റിവെച്ച അവരുടെ ഹലാലായ സമ്പത്താണത്, ബൈത്തുൽ മാലിന്റെ മുതലാണത്. അതിങ്ങനെ നമുക്ക് അന്യാധീനപ്പെടുത്തി കളയാൻ പറ്റുന്നതല്ല. ഗൗരവത്തെ മനസ്സിലാക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയത്ത് തന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ ഇരിക്കുമ്പോൾ മകനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാണാൻ വരുന്നു. ആ വേളയിൽ തന്റെ മുമ്പിൽ ഒരു എണ്ണ വിളക്കുണ്ട്, എണ്ണ ഒഴിച്ചിട്ട് കത്തുന്ന വിളക്കുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ വാപ്പയോട് വീട്ടിലെ കാര്യം എന്തോ പറയാൻ തുടങ്ങുന്ന വേളയിൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആ വിളക്ക് ഊതിക്കെടുത്തി. എന്തിനു വേണ്ടി? ഇത് ബൈത്തുൽ മാലിന്റെയാണ്, പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്കും അവരുടെ പരാതികളും കേൾക്കുന്ന വേളയിൽ കത്തിക്കാനുള്ളതാണ്. ഇവിടെ നമ്മുടെ കുടുംബക്കാര്യം പറയുന്നിടത്ത് ഈ വിളക്കിന്റെ ഈ വെളിച്ചത്തിന്റെ ആവശ്യമില്ല. ഞാൻ റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരുമെന്ന സൂക്ഷ്മതയുടെ പ്രൗഢമായ ഉദാഹരണം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു കാണിച്ചു. അത് ഉമർ റളിയല്ലാഹു അൻഹു കുല്ലുക്കും റാഹിൻ കുല്ലുക്കും മസ്ഊൽ. നമ്മളെല്ലാവരും ഒരു തലത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ എല്ലാവരും ഭരണാധികാരികളാണ്. നമ്മളുടെ ഭരണത്തെക്കുറിച്ച്, നമ്മുടെ അധികാരത്തെക്കുറിച്ച് റഹ്മാനായ റബ്ബ് ചോദിക്കും എന്നുള്ള ഉത്തമമായ ബോധ്യം നമുക്കൊക്കെ വേണം. അൽഹംദുലില്ലാഹ്, ഈ സന്തോഷകരമായ ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണാൻ അവസരമൊരുക്കിയ കാഞ്ഞിപ്പുഴ മഹല്ല് നിവാസികൾക്ക് ഹൃദയംഗമമായ നന്ദിയും സ്നേഹവും കടപ്പാടും പ്രാർത്ഥനയും രേഖപ്പെടുത്തുന്നു. അള്ളാഹു സന്തോഷം തരട്ടെ. അസ്സലാമു അലൈക്കും.